അപ്പോൾ 1992 ഒരു നെപ്പോട്ടാകോടെ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ തന്നെ ഹീറോ ആയിട്ട് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന വിജയ് എങ്ങനെയാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയി മാറിയത്? അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിജയ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ആളുടെ അച്ഛൻ ഡയറക്റ്റ് ചെയ്ത നാളെ തീർപ്പെന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ആ ഒരു സിനിമ വിജയ് ഹീറോ ആയിട്ട് തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് വിജയ്ക്ക് ആകെ 18 വയസ്സ് മാത്രം പ്രായമുള്ളൂ. അതായത് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോൾ വിജയ്ക്ക് 18 വയസ്സ് മാത്രം പ്രായമുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ കറന്റ് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഏകദേശം 50 വയസ്സോളം പ്രായമുണ്ട്. ആ ഒരു 18 വയസ്സിൽ നിന്ന് 50 വയസ്സിലേക്ക് വരുമ്പോഴത്തേന് ആളുടെ കരിയറിൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പല ആൾക്കും സ്വപ്നം കാണാൻ പറ്റാത്ത ചേഞ്ചാണ്. ആളിത് ഫസ്റ്റ് സിനിമ ഫ്ലോപ്പ് ആയിരുന്നെന്ന് മാത്രമല്ല, ആളുടെ ലുക്സ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരിൽ നിന്നും ആൾക്ക് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു. അവിടുന്ന് 4 വർഷത്തിന് ശേഷം, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1996 പുറത്തിറങ്ങിയ പൂവേ ഉണക്കാക എന്ന് പറയുന്ന സിനിമ ആളുടെ കരിയറിലെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറി. ഇവിടുന്നാണ് ആളുടെ കരിയറിലെ അല്ലെങ്കിൽ ആൾ ഇന്ന് കാണുന്ന ഒരു വിജയിലേക്കുള്ള ഒരു യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതിനുശേഷം വേറെ പടങ്ങളൊക്കെ ഇറങ്ങി എങ്കിൽ പോലും അടുത്ത വർഷം ഇറങ്ങിയ കാതലുക്ക് മര്യാദയായിരുന്നു ആളുടെ കരിയറിലെ സെക്കൻഡ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത്. ഈ ഒരു പടമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന വിജയുടെ സ്റ്റാർഡത്തിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറയാം. അതായത് നമ്മൾ മലയാളികൾ വിജയെ ആദ്യമായി അറിയാൻ അല്ലെങ്കിൽ വിജയ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ്. അതിനുശേഷം പിന്നീട് ആളുടെ കരിയറിൽ വന്നേക്കുന്ന അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് തുള്ളാതവനം തുള്ളു എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു പടത്തിലൂടെ ആളൊരു റൊമാൻറ്റിക് ഹീറോ ആയി മാറിയെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഈ പടവും കേരളത്തിൽ നല്ലോണം ഓടിയ പടമാണ്. നിങ്ങൾ ഇതുവരെ ആളുടെ കരിയറിൽ വന്നേക്കുന്ന പടങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ പടങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇമോഷൻ അല്ലെങ്കിൽ റൊമാൻസ് ഒക്കെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന റോൾസ് ആണ് ആൾ ചെയ്തേക്കുന്നത്. ആൻഡ് പലരും ആളുടെ ഒരു വലിയ ഫാനായി മാറാൻ കാരണമായിട്ടുള്ള സിനിമകളിൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന സിനിമകളാണ് ആൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഇന്ന് ആൾ ചെയ്യുന്ന സിനിമകളും ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇമോഷൻസ് റൊമാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വിജയിൽ നിന്നും ഇന്ന് കാണുന്ന ഒരു സ്റ്റാർ വിജയിലേക്ക് വരാൻ വേണ്ടി ഉറപ്പായിട്ടും ആൾ ആക്ഷൻ മൂവീസ് ഒക്കെ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ആളുടെ കരിയറിൽ അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറയുന്നത് 2004 അതായത് ഇതുവരെ ആൾ ചെയ്തു വന്നിരുന്ന ഇമോഷൻ റൊമാൻസ് ഒക്കെ വിട്ടിട്ട് ആളൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗില്ലിയിലാണ്. ഈവൻതോ ഗില്ലി ഒക്കടു എന്ന് പറയുന്ന മഹേഷ് ബാബുവിന്റെ തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണെങ്കിൽ പോലും ഇതാണ് ശരിക്കും വിജയുടെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ് വിജയ്ക്ക് ഒരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഒക്കെ വരാൻ തുടങ്ങിയത്. അതുപോലെ ഈ ഒരു സിനിമയാണ് ശരിക്കും വിജയ് ഒരു റൊമാൻറ്റിക് ഹീറോയിൽ നിന്നും ഒരു ആക്ഷൻ ഹീറോയിലേക്കുള്ളൊരു ചേഞ്ച് കൊടുത്തത്. ഇവന്തോ ആൾ 2004 ആയപ്പോഴത്തേനും ഒരു ആക്ഷൻ ഹീറോയിലേക്ക് മാറിയെങ്കിൽ പോലും ഈ ഒരു ടൈം, അതായത് 2001 മുതൽ 2007 വരെയുള്ള ഒരു സമയകാലം എന്ന് പറയുന്ന ആൾക്കൊരു റോളർ കോസ്റ്റർ റൈഡ് പോലായിരുന്നു. അതായത് ആൾ ചെയ്യുന്ന കുറെ പടങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു, ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഫ്ലോപ്പ്, ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഫ്ലോപ്പ്, അങ്ങനെയായിരുന്നു ആളുടെ കരിയർ ആ ഒരു ടൈമിൽ പൊക്കോണ്ടിരുന്നത്. അതായത് തിരുമലൈ, തിരുപ്പാച്ചി, ഗില്ലി, പോക്കിരി പോലുള്ള പടങ്ങളൊക്കെ ആ ഒരു ടൈമിൽ വൻ ബ്ലോക്ക് ബസ്റ്റർ ആയ സമയത്ത് വസീകര, ഉദയ, അഴകിയ തമിഴ് മകൻ പോലുള്ള സിനിമകൾ ഒരു സൈഡിൽ ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള വേറൊരു സിനിമയാണ് സച്ചിൻ. ഒരുപാട് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സച്ചിൻ. പക്ഷെ അത് നല്ല രീതിക്ക് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തില്ല. കാരണം ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ, അതായത് നമ്മുടെ മലയാളത്തിലെ മണിച്ചിത്രത്താഴിന്റെ റീമേക്ക് ആയിട്ടുള്ള ചന്ദ്രമുഖി തമിഴ്നാട്ടിൽ വലിയ സക്സസ് ആയിട്ട് തന്നെയാണ് അത് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിൻ എന്ന സിനിമ ആ ഒരു ചന്ദ്രമുഖിയുടെ സക്സസ് നല്ല രീതിക്ക് തന്നെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സച്ചിൻ അത്ര നല്ല രീതിക്ക് പെർഫോം ചെയ്തില്ല. അതിനുശേഷം, അതായത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 2008 മുതൽ 2010-11 വരെയുള്ള സമയം, ഈ ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ വിജയുടെ കരിയറിൽ ഒരു ഡൗൺഫോൾ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ടൈമിൽ ഇറങ്ങിയ വില്ല്, സുര, കുരുവി പോലുള്ള സിനിമകളൊക്കെ കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം 2012 പുറത്തിറങ്ങിയ നൻപനാണ് ആൾക്ക് കിട്ടുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മുടെ ബോളിവുഡിലെ 3 Idiots എന്ന് പറയുന്ന സിനിമയുടെ ഒരു റീമേക്ക് ആണ് നൻപൻ എന്ന് പറയുന്നത്. കുറെ നാളായിട്ട് ഇടിയും പുകയും വെടിയും മാത്രമായിട്ടുണ്ടായിരുന്ന വിജയിൽ നിന്നും ഒരു വേറൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു നൻപൻ എന്ന സിനിമയിൽ എല്ലാവരും കണ്ടത്. അതിന് ശേഷമാണ് ആ സെയിം വർഷം നൻപനി കണ്ടതിന്റെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം വരുന്നത്, തുപ്പാക്കി. ആ ഒരു പടത്തെക്കുറിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കംബാക്ക് എന്നൊക്കെ പറയാം. അതായത് ആളുടെ ഒരു ഡൗൺഫോളിന് ശേഷം AR മുരുകഡോസ് കൊടുത്തൊരു വലിയ കംബാക്ക് തന്നെയായിരുന്നു തുപ്പാക്കി. ആൻഡ് തുപ്പാക്കിയാണ് ആളുടെ കരിയറിലെ ഫസ്റ്റ് 100 CR എന്ന് പറയുന്നത്. ഫസ്റ്റ് 100 CR, അതുപോലെ തന്നെ ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത പടമായിരുന്നു തുപ്പാക്കി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇവിടുന്നാണ് ശരിക്കും വിജയ് ഇന്ന് കാണുന്ന ഒരു സ്റ്റാറിലേക്കുള്ള വളർച്ച. അതുപോലെ വിജയുടെ ഒരു ഡൗൺ ടൈം കഴിഞ്ഞിട്ട് ആൾക്ക് ഇന്ന് കാണുന്ന ഒരു സ്റ്റാർഡത്തിലേക്ക് വരാൻ വേണ്ടി വലിയൊരു സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് AR മുരുകഡോസ്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന വിജയുടെ സ്റ്റാർഡത്തിന്റെ പുറകെ വലിയൊരു പങ്ക് തന്നെ AR മുരുകഡോസിനുണ്ട്. അത് കഴിഞ്ഞ് ഈ സെയിം കോംബോയിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു പടം വരുന്നു, കത്തി. ഒന്നും പറയട്ടല്ലോ, ബ്ലോക്ക് ബസ്റ്റർ ആണ്. ഈ ഒരു സിനിമ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതുപോലെ എന്നോട് ഇപ്പോൾ ഒരാൾ വന്നോട്ട് ചോദിക്കുക വിജയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ കത്തിയിലെ പെർഫോമൻസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അത് പലരും അത് തന്നെ പറയത്തുള്ളൂ, അത് എനിക്ക് ഉറപ്പാണ്. കത്തി എന്ന പടം പലർക്കും അറിയാം. അത് ശരിക്കും പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. എങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ പടം ആവേണ്ടതെന്ന് ആ ഒരു പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒന്നും
പറയാനില്ല, ക്ലാസിക്. ഈ ഒരു പടം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് വിജയുടെ സ്റ്റാറിന്റെ പീക്ക് ലെവലിലേക്ക് പോയി, അടുത്തൊരു പടത്തിനുള്ള ഹൈപ്പും കൂടി. പക്ഷെ അവിടാണ് ഒരു പ്രശ്നം പറ്റിയത്. അടുത്ത വന്ന പടം പൊട്ടിപ്പോയി, അതായത് പുലി. ബട്ട് ആ ഒരു ഫ്ലോപ്പ് ഒന്നൊരു പ്രശ്നമല്ലായിരുന്നു. ആ ഫ്ലോപ്പിന്റെ എല്ലാ ക്ഷീണവും മാറ്റിക്കൊണ്ട് അടുത്ത കൊല്ലം ഇറങ്ങി തിരി വൻ ബ്ലോക്ക് ബസ്റ്റർ ആയി. ഈ ഒരു പടം എല്ലാവർക്കും അറിയുന്ന പോലെ വിജയ് ആഡ്ലിയുടെ കൂടെ ചെയ്ത ഫസ്റ്റ് പടമാണ്. ഈ ഒരു പടം വിജയുടെ കരിയറിലെ ഫസ്റ്റ് 150 കോടി കളക്ഷൻ നേടിയ പടമാണ്. എത്രത്തോളമാണ് വിജയുടെ സ്റ്റാർഡത്തിന് പിന്നിൽ മുരുകഡോസ് പങ്ക് വഹിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെയാണ് ആഡ്ലിയുടെ പങ്കും. ആഡ്ലി വിജയ് കോംബോയിൽ 3 പടങ്ങളെ വന്നിട്ടുള്ളൂ, 3 ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ്. അതായത് തെരി, മെർസല്, ബിഗില്. ഇതിൽ തെരി ആണെങ്കിൽ വിജയുടെ കരിയറിലെ ഫസ്റ്റ് 150 CR, അതുപോലെ മെർസൽ എന്ന് പറയുന്നത് വിജയുടെ കരിയറിലെ ഫസ്റ്റ് 250 CR, അതുപോലെ ബിഗില് ഫസ്റ്റ് 300 CR. വിജയ്ക്ക് ഇത്രയും അധികം കളക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തത് സത്യം പറഞ്ഞ ആഡ്ലിയാന്ന് നമുക്ക് പറയാം. ഈ ഒരു ടൈമിലൊക്കെ ആളുടെ സ്റ്റാർഡം എന്ന് പറയുന്നത് പീക്ക് സ്റ്റാർഡം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ബിഗില് കഴിഞ്ഞിട്ട് വന്ന പടമാണ് മാസ്റ്റർ എത്ര വലിയ ഹിറ്റാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ലോകേഷ് കനകരാജുമായിട്ടുള്ള ഫസ്റ്റ് പടമായിരുന്നു, അത് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഇതിലൂടെയൊക്കെ തന്നെ വിജയ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയി മാറിക്കഴിഞ്ഞിരുന്നു. ആളുടെ സ്റ്റാർഡത്തിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഇത് കഴിഞ്ഞ് ഇറങ്ങിയ 2 പടം, അതായത് വാരിസും ബീസ്റ്റും നെഗറ്റീവ് റിവ്യൂസ് വന്നൊരു പടമാണ്. ആ 2 പടങ്ങൾ കൊമേഴ്ഷ്യൽ സക്സസ് ആയി. അതായിരുന്നു വിജയുടെ സ്റ്റാർഡം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന പടമാണ് ലിയോയുടെ കാര്യം ഞാൻ പിന്നെ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലായിടത്തും ഭയങ്കര ഹിറ്റായ പടമാണ്. ഇവന്തോ പടത്തിന് മിക്സ്ഡ് റെസ്പോൺസ് ആണ് വന്നതെങ്കിൽ പോലും വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പടമാണ് ലിയോ. അതായത് 600 CR പ്ലസ് ആണ് ലിയോ കളക്ട് ചെയ്തത്. പടത്തിനുണ്ടായിരുന്ന ഹൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവൽ ഹൈപ്പായിരുന്നു. ആ ഒരു ഹൈപ്പ് കൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, തമിഴിലെ ആദ്യ 1000 CR ചിലപ്പോൾ ലിയോ അടിക്കുമെന്നൊക്കെ അങ്ങനെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പടത്തിന് മിക്സ്ഡ് റെസ്പോൺസ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് പടം പോയില്ല. ഈ ഒരു പടം കൊണ്ടൊക്കെ ആളുടെ സ്റ്റാർഡം കൂടിയെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത് കഴിഞ്ഞ് അടുത്ത് ഇറങ്ങിയ പടമാണ് ഗോട്ട്. നെഗറ്റീവ് റെസ്പോൺസ് വന്നൊരു പടമാണെന്നുള്ളത് എല്ലാവരും ഓർക്കണം. ആ ഒരു പടം കൊമേഴ്ഷ്യൽ സക്സസ് ആവാൻ വേറൊരു കാരണമില്ല, വിജയുടെ സ്റ്റാർഡം ഒന്നുകൊണ്ട് മാത്രമാണ്. തുടക്ക സമയത്ത് ഒരുപാട് കളിയാക്കലുകൾ നേരിട്ട് വന്ന ഒരു നടൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ, അതായത് ഒരു ഫുള്ളി നെഗറ്റീവ് റിവ്യൂ വന്ന ഒരു പടം 450 കോടിയോളം കളക്ഷൻ നേടാനും മാത്രം സ്റ്റാർഡം ഉള്ള ഒരു നടനായി മാറി. ഇന്ത്യയിൽ മറ്റു പല വലിയ സ്റ്റാർസിന്റെയും പടങ്ങൾ നെഗറ്റീവ് റിവ്യൂസ് വരുമ്പോഴത്തേക്കിന് ബോക്സ് ഓഫീസിൽ കൂപ്പ് കുത്തുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് വിജയ് പടങ്ങൾ ഇത്രയും ഹൈ കളക്ഷൻസ് നേടിയിട്ട് കൊമേഴ്ഷ്യലി സക്സസ് ആവുന്നത്. ആളുടെ ഒരു സിനിമ കൂടെ വരാനുണ്ട്, ജനനായകൻ. അത് എന്താകുമെന്ന് എന്താണേലും അറിയില്ല. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, സിനിമയ്ക്ക് കളക്ഷൻ നേടും. അതാണ് വിജയ് എന്ന നടന്റെ സ്റ്റാർഡം. ആള് സിനിമ നിർത്തി ഇനി ഒരിക്കലും സിനിമ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇപ്പം ലിയോ 2 ഒക്കെ ഇനി വരുമെന്നൊക്കെ പറയുന്ന റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ നിർത്തിയെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല. ആള് സിനിമകൾ ചെയ്യണമെന്നാണ് പലരുടെ ആഗ്രഹം. ആള് സിനിമകൾ വീണ്ടും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. അപ്പൊ ശരി, ഓക്കെ, ബൈ.